വീണ്ടും ഒരു വ്ളോഗിലേക്ക് സ്വാഗതം. ഫസ്റ്റ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാണ്. ദോശയും സാമ്പാറും ഒരു ബജിയുമാണ്. ബജി മുഴുവൻ കഴിച്ചിട്ടില്ല, ദോശയും സാമ്പാറും കഴിച്ചിട്ടുണ്ടായിരുന്നു. വെയിറ്റ് കുറയ്ക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വയ്ക്കേണ്ട ആവശ്യമില്ല, അല്പമൊക്കെ കഴിക്കാവുന്നതാണ്. സോ ഞാൻ ഈ ബജി മുഴുവൻ ഇപ്പോൾ കാണിക്കുന്നെങ്കിലും മുഴുവൻ കഴിച്ചില്ല, അതിൻ്റെ പകുതിയെ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ ബാക്കിൽ കാണുന്ന കൊറിയേഴ്സൊക്കെ പൊട്ടിക്കാനുള്ളതാണ്, അവിടെ സ്റ്റോക്ക് ഇരിക്കുകയാണ്. ഇന്ന് ഞാനത് പൊട്ടിക്കണം എന്തായാലും. വാഴയ്ക്ക ബജി എനിക്ക് പൊതുവെ ഇഷ്ടമാണ്, പക്ഷേ ഈ ബജി അത്ര ഇഷ്ടമല്ല. എങ്കിലും എടുത്തുകൊണ്ട് കഴിക്കുന്നേ ഉള്ളൂ, വല്ലപ്പോഴുമാണ് കഴിക്കുന്നത്. അത് പിന്നെ നിർത്തി മാറ്റേണ്ട ആവശ്യമില്ലെന്ന് വെച്ചിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഇത് കഴിഞ്ഞിട്ട് മേലെ വീട്ട് റെഡിയാകാൻ വേണ്ടി തുടങ്ങുവാണ് കേട്ടോ. ദേ കാണുന്ന മീശോയുടെ ചുരിദാറാണ്. മീശോ എന്ന് വാങ്ങിച്ചിട്ടുള്ള ചുരിദാർ. എനിക്ക് 3 കൊറിയേഴ്സ് പൊട്ടിക്കാനുണ്ട്, അപ്പോൾ അത് ആദ്യം ഷൂട്ട് ചെയ്യാമെന്ന് വെച്ചാൽ അൺബോക്സിങ് വീഡിയോ, ദെൻ റെഡി ആകുന്നുണ്ട്. കൊറിയർ പൊട്ടിച്ചപ്പോൾ കിട്ടിയപ്പോഴേക്കും എൻ്റെ ഡ്രീം മാറ്റ് സെറം ഫൗണ്ടേഷൻ 215 എന്ന ഷെയ്ഡ് റിവ്യൂ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനൊരു പമ്പ് എടുക്കുന്നുള്ളൂ, ഇല്ല 2 പമ്പ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ ഫേസിൽ അത് അത്ര ഇട്ടില്ല, അവിടെ ആയിട്ട് ഡോട്ട്സ് ഇട്ട് ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് പോകുന്നേ ഉള്ളൂ. പക്ഷേ ഇതിനൊരു മീഡിയം കവറേജ് ആ ഒരു ചെറിയ ഇതിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് ഡ്രൈ ആകുന്നുണ്ട്, മാറ്റ് ഫിനിഷിലോട്ട് പോകുന്നുണ്ട്. സോ നമ്മൾ വായി നോക്കിയിരുന്നാലും സെറ്റായി കളയും. സോ പെട്ടെന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം നമ്മൾ, അതൊരു പ്രശ്നമാണ്. പക്ഷേ ഈസിലി ബ്ലെൻഡ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. പിന്നെ മാറ്റ് ഫിനിഷ് ആണ്, ലോങ് ലാസ്റ്റിംഗ് ആണ് അവർ ക്ലെയിം ചെയ്യുമ്പോഴത്തേക്ക് അത് പെട്ടെന്ന് സെറ്റ് ആവുന്ന ടൈപ്പ് തന്നെ ആയിരിക്കും കേട്ടോ. ഞാൻ ഫേസിൽ ഫുൾ അപ്ലൈ ചെയ്ത ശേഷം ഞാൻ നെക്കിൽ അപ്ലൈ ചെയ്യുന്നത്, ആദ്യം നെക്കിൽ അപ്ലൈ ചെയ്തിട്ടില്ലായിരുന്നു. അണ്ടർ ഐസിൻ്റെ അവിടെയൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട് ആ ഡാർക്ക്നെസ് മാറ്റാൻ വേണ്ടിയിട്ട്. പക്ഷേ അല്പം ഒന്ന് ആശയമായിട്ട് വന്നു, അത്ര ഒരു പവർ ഇല്ല അതിന് സത്യം പറഞ്ഞാൽ. പിന്നെ ഇതിൻ്റെ പ്രൈസ് പറയാൻ വിട്ടുപോയില്ല, ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ടാകും. ജസ്റ്റ് കോമ്പാക്ട് വെച്ച് സെറ്റ് ചെയ്തു. പിന്നെ ബാക്കിയുള്ള ബേസ് മേക്കപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫൗണ്ടേഷൻ്റെ പവറിനെ കളയാത്ത രീതിയിലുള്ള ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിനെ സ്ട്രോങ് ആക്കാൻ ശ്രമിച്ചിട്ടില്ല, നല്ലപോലെ ലൂസ് പൗഡർ ഒന്നും വെച്ച് സെറ്റ് ചെയ്യുന്നില്ല. ഐലൈനർ വെച്ചിട്ട് കുഞ്ഞു കുത്ത് പൊട്ടിട്ട ശേഷം നോക്കുവാണ് ഞാനും തന്നെ ആ പൊട്ട് എവിടെയാണെന്ന്. പിന്നെ ഹെയർ സ്റ്റൈൽ ജസ്റ്റ് ഒന്ന് കോംബ് ചെയ്തിട്ട് 2 സ്ലൈഡല്ല, ഒരു മറ്റേ ക്ലച്ച് ക്ലിപ്പ്, മിനി ക്ലച്ച് ക്ലിപ്പില്ല, അത് വെച്ചിട്ടൊന്ന് കുത്തി വയ്ക്കുന്നുണ്ട്. കാരണം ചുരിദാർ ആയതുകൊണ്ട്. ചുരിദാർ എനിക്ക് അത്ര ഇഷ്ടമുള്ള ഡ്രസ്സൊന്നും അല്ല, പിന്നെ ഇതുപോലെ ഇടുന്നേ ഉള്ളൂ. പിന്നെ ഫൗണ്ടേഷൻ ജസ്റ്റ് ഞാൻ നെക്കിലിടുന്നുള്ളൂ, കാരണം നെക്കിൽ ലൈൻസ് ഉണ്ട്. ഇതെങ്ങാനും കുളം ആയാൽ പ്രശ്നമാവും. സോ ഞാൻ നെക്കിൽ ഷോൾട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. ഞാൻ സൂക്ഷ്മമായിട്ട് മിററിൽ പോയി നോക്കുന്നതാണ് എൻ്റെ ആ ഫിനിഷൊക്കെ എങ്ങനെയുണ്ടെന്ന്. ഫിനിഷൊക്കെ എനിക്ക് ഇഷ്ടമായി കേട്ടോ. ഫൗണ്ടേഷൻ എൻ്റെ ഫിനിഷല്ല, ഫൗണ്ടേഷൻ്റെ ഫിനിഷ് എങ്ങനെയുണ്ടെന്ന് എനിക്ക് ഇഷ്ടമായ ഫിനിഷ്. നല്ല അടിപൊളി ലുക്ക് തന്നിട്ടുണ്ട് കേട്ടോ. ഈ ഫൗണ്ടേഷൻ നല്ല ലൈറ്റ് വെയിറ്റ് ആണ്, നമുക്ക് ഒട്ടും തന്നെ സ്കിന്നിൽ ഹെവി ആയിട്ട് ഫീൽ ചെയ്യത്തില്ല. ഒരു സെക്കൻഡ് സ്കിൻ ലൈക്ക് ഫിനിഷ് ഒന്നും പറയാൻ പറ്റത്തില്ല. ഒരു മാറ്റ് ഫിനിഷിലോട്ട് പോകുന്നതുകൊണ്ട് നമുക്ക് ആ സെക്കൻഡ് സ്കിൻ ഫീൽ കിട്ടത്തില്ല. ബട്ട് നല്ലൊരു നാച്ചുറൽ ലുക്ക് തന്നെ വന്നിരിക്കുന്നുണ്ട്. അതുകൂടാണ്ട് മീഡിയം ടു ബിൽഡബിൾ കവറേജ് ഉണ്ട് കേട്ടോ. ഒരു ഏകദേശം ഒരു ഫുൾ കവറേജ് ചെയ്ത് നമുക്ക് ഒപ്പിക്കാവുന്നതാണ്. ഞാനീ പറഞ്ഞത് അത്രയും ഫസ്റ്റ് ഇംപ്രഷനാണ്. ബാക്കി ഫുൾ ഡീറ്റെയിൽസ് ലാസ്റ്റ് പറയുന്നുണ്ട്, ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കേട്ടോ. ഫൗണ്ടേഷൻ്റെ ഫിനിഷ് ഞാൻ ചെക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും. ഓക്സിഡൈസ് ആയിട്ടുണ്ട്. ഫസ്റ്റ് ക്ലിപ്പിലെ ലുക്കും ഇപ്പോഴത്തെ ക്ലിപ്പിലെ ലുക്കും ശ്രദ്ധിച്ചറിയാൻ പറ്റും. നന്നായിട്ട് ഓക്സിഡൈസ് ആയിട്ടുണ്ടായിരുന്നു 15 മിനിറ്റ് ആയപ്പോഴത്തേനും. നല്ല വേല് ഒന്നും കാണാൻ വയ്യ. എത്ര മണിയായി? ശരി തന്നെ കേട്ടോ, നമ്മളെപ്പോൾ റെഡിയായാലും 11 മണിയാവും ലാസ്റ്റ് ഇറങ്ങി വരുമ്പോഴത്തേനും. വീട്ടിൻ്റെ അവിടെ ബസ് കാത്ത് നിൽക്കുകയാണ്. ഇവിടെ നിന്ന് വണ്ടി പിടിച്ച് മലയൻകീഴ് പോകണം, അവിടെ നിന്ന് കാട്ടാക്കട പോകണം, ഇതാണ് പ്ലാൻ. അപ്പോൾ മലയൻകീഴ് എത്തിയിട്ട് ഫൗണ്ടേഷൻ ചെക്ക് ചെയ്യുകയാണ്. കണ്ടോ ട്രാൻസ്ഫർ ആകുന്നുണ്ട്. എൻ്റെ ടിഷ്യൂ മുഴുവൻ കളർ പിടിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ആ ടീസോണിൻ്റെ അവിടെ പതുക്കെ ട്രാൻസ്ഫറായി പ്രോഡക്റ്റ് കുറഞ്ഞു വരുന്നുണ്ട്. പക്ഷേ സീസൺ വലിയ കുഴപ്പമില്ല. പിന്നെ നമ്മൾ ബസ് കയറിയിട്ട് നേരെ കാട്ടാക്കട പോകുന്നുണ്ട്. അവിടെ ക്യാൻറ്റീനിൽ പോയിട്ട് ദോശയും സാമ്പാറും കഴിക്കുന്നുണ്ട്. ദോശ എനിക്ക് അത്ര ഇഷ്ടമായില്ല, കുറേ ഭാഗം കരഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു, എങ്കിലും കഴിക്കുന്നുണ്ട്. എൻ്റെ ഷോൾ നോക്ക്, തെക്ക് വടക്കനെ പോയിക്കുന്ന. എനിക്കിതാണ് ഇഷ്ടമുള്ളത് ഷോൾ ഇടാൻ. ഷോൾ എന്നല്ല, എനിക്ക് ഈ ചുരിദാർ സാരി ഒന്നും അത്ര ഇഷ്ടമല്ല. വല്ലപ്പോഴും ഇടാൻ കുഴപ്പമില്ല. എനിക്ക് ഈസിലി ക്യാരി ചെയ്യാൻ പറ്റുന്ന ഡ്രസ്സുകൾ ഇടാൻ ഇഷ്ടം. ഡ്രസ്സിനൊരു ഭാരമായിട്ട് കാണാനായിട്ട് ഇഷ്ടമല്ല. കണ്ടോ ആ കരിഞ്ഞ ഭാഗം? പക്ഷെ ഞാൻ മിണ്ടാതിരുന്ന് കഴിച്ചു. കാരണം ഉണ്ടല്ലോ, കുറച്ച് ദിവസം മുമ്പ് നമ്മൾ പുറത്ത് പോയപ്പോഴത്തേക്ക് ഞാൻ എന്തോ മിച്ചം വെച്ചു. അപ്പോൾ ഡാഡി പറഞ്ഞു എല്ലാം വാങ്ങിച്ചിട്ട് വേസ്റ്റാക്കുന്നു, ഫുഡ് വേസ്റ്റാക്കുന്നു. സോ ഞാൻ കഷ്ടപ്പെട്ടിരുന്ന് കഴിച്ചു. ഞാനിപ്പോൾ കട്ടൻ കാപ്പി, എന്താ പറയുക, തേയിലവെള്ളമാണ് പുറത്ത് പോയാൽ കുടിക്കാറ്. ചായ കാപ്പിയൊക്കെ മാക്സിമം ഒഴിവാക്കിയിട്ടുണ്ട്, കാരണം കാലറി കുറവ് തേയിലവെള്ളത്തിനാണ്. ഈ തേയിലവെള്ളം ആദ്യം കുറച്ച് ഭാഗമുള്ളത് ഡാഡി എനിക്ക് ആറ്റിത്തരും, അല്ലെങ്കിൽ അവിടെ നിന്ന് ഡാൻസും കളിച്ചിരിക്കുമായതുകൊണ്ട് ഡാഡിയെ വെയിറ്റ് ചെയ്യുകയാണ്. ഈ കാണുന്നതാണ് എൻ്റെ സ്ഥായി ഭാഗം. ദേഷ്യമുള്ളതുകൊണ്ടല്ല, എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ആയിരിക്കും മിക്കവാറും നിൽക്കുക. അതുകൊണ്ട് എല്ലാവരും വിചാരിക്കും ജാടത്തെണ്ടിയാന്ന് കേട്ടോ. നമ്മൾ നടക്കുക. വരാനുള്ള ഒരു ടിപ്പ്, നമ്മൾ നടന്ന് പോകേണ്ടത് സൂപ്പർ മാർക്കറ്റിലാണ്. ഒരു ക്രിസ്മസ് സൈവൊക്കെ ഉണ്ട്, പക്ഷേ ഓവറായിട്ട് ചെറിയൊരു ക്രിസ്മസ് വൈബൊക്കെ ഉണ്ട്. വലിയ കാര്യമായിട്ടൊന്നുമില്ല, പക്ഷേ ടെക്സ്റ്റൈൽസൊക്കെ ഇത്തിരി കാര്യമായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നൈറ്റിന് ലൈറ്റും കാര്യമൊക്കെ വരുമെന്ന് അറിയത്തില്ല. എനിക്ക് നൈറ്റ് ലൈറ്റ് ആ വൈബ് ഭയങ്കര ഇഷ്ടമാണ്. ക്രിസ്മസിനുള്ള നമുക്ക് പോകാനുള്ള സ്ഥലം എത്തി വിസ്മയ ഹൈപ്പർ മാർക്കറ്റാണ്.
അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ള കേട്ടോ. എനിക്ക് സ്പൈറൽ ബാൻഡിൻ്റെ ബുക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഗ്രൗണ്ട് ഫ്ലോറിലോട്ട് പോയിട്ടുണ്ട്. എത്ര രൂപ? 90 രൂപ. വേറെ ഉണ്ട്. അമ്മേ ഈ ചെറുത് എത്ര? 50 രൂപ. ഇതൊന്നും സ്പൈറലല്ലല്ലോ. അത് കുഞ്ഞു ഡയറി. ഇത് 3 എണ്ണോ 4, 5 എണ്ണോ. ഇത് ചെറുതാണ് മറ്റേത് പോലത്തെ. ഇതിൻ്റെ പേജ് കൊള്ളാം, പക്ഷെ ഇതിൽ അഴുക്കിരിക്കുന്നു. ഇതെടുക്കാം അല്ലേ? ഇത് പേജ് എണ്ണം കൂടുതലുണ്ട്. എല്ലാം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുഴപ്പമില്ല തോന്നുന്നു. പിങ്ക് സ്റ്റിക്കേഴ്സ് ഇല്ല. ഇപ്പോൾ ഫ്ലവേഴ്സ് ഉണ്ട്, ലെറ്റേഴ്സ്. ലവ് ഞാൻ എനിക്ക് അലർജി ചെയ്യണം. ലവ് എനിക്ക് കിട്ടാത്തതുകൊണ്ട് എനിക്ക് അലർജി. പെൻ നോക്കിയിട്ടുണ്ടായിരുന്നു ഡാഡിക്ക് വേണമെന്ന് പറഞ്ഞിട്ട്, പക്ഷേ ഡാഡി ഉദ്ദേശിച്ച ടൈപ്പില്ലായിരുന്നു. ഡാഡിക്ക് ഷർട്ടിൻ്റെ പോക്കറ്റിരിക്കുന്ന മിനിയേച്ചർ ടൈപ്പ്, മിനിയേച്ചർ അല്ല ചെറിയ പേനയാണ് വേണ്ടത്. അതവിടെ ഇല്ല, എല്ലാം നീളമുള്ള ടൈപ്പ് അവിടെ ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് തുറന്നു. പീരിയഡ്സിൻ്റെ വയറുവേദന മാറാൻ ഞാൻ ഡാർക്ക് ചോക്ലേറ്റ് സഹായിക്കാറുണ്ട്. ഒരു ടേസ്റ്റില്ല, നല്ല കയ്പൊക്കെയാണ്. ബട്ട് ഞാൻ എത്രയോ വർഷം സഹിച്ചിട്ട് ഇത് കഴിച്ചപ്പോഴത്തേക്കും കുറയുന്നുണ്ട്. ഞാനിത് കഴിക്കുന്നുണ്ട് പീരിയഡ്സിൻ്റെ വയറുവേദന വരുമ്പോൾ മാത്രം. 2 പാക്കറ്റോ 1 പാക്കറ്റോ എടുത്തേക്കാം. ജീരകശാല ഈ അരിയല്ലേ? അത് വലിയ അരി. പിന്നെ ഡൊപ്പി എന്ത് നല്ല അരിയാ? ഇത് വാങ്ങിച്ചാൽ പോരെ? അപ്പോൾ ഇതായിട്ട് വാങ്ങിച്ചത്. മിച്ചം വരുന്നത് ഡാഡി വെക്കണം. എനിക്ക് കാല് പോയി, ഞാൻ റെസ്റ്റ് എടുക്കാൻ പോകുന്നില്ല ഒരു വട്ടം. ഓക്കെ, ഇത് 1/2 കിലോ വാങ്ങിച്ചാൽ മതിയല്ലോ. താജ്മഹൽ എവിടെ ഇരിക്കുന്നു? ചെറുത്. ഇതൊക്കെ വലിയ കേക്കാന്ന് തോന്നുന്നു. അണ്ടിപ്പരിപ്പിച്ചിരിയേ ഉള്ളൂ അല്ലെങ്കിൽ തന്നെ കിലോ 1000 ഉള്ളപ്പോൾ ഞാൻ അണ്ടിപ്പരിപ്പ് ഇട്ട് തരാം അവരെല്ലാത്ത കുറേ. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മൾ വീണ്ടും നടരാജ വേണ്ടിയിൽ ബസ് സ്റ്റാൻഡിലോട്ട് പോകണം. ഒത്തിരി ഒന്നും വാങ്ങിച്ചില്ല, കാരണം സ്പെഷ്യൽ കുക്ക് ചെയ്യുന്ന ആൾ ഞാനാണ്. എനിക്ക് ഒരുപാട് നിൽക്കാൻ പറ്റത്തില്ല കുക്ക് ചെയ്യാനായിട്ട്. സോ അധികം സ്പെഷ്യലൊന്നും ഇല്ല കേട്ടോ ആക്ച്വലി. പിന്നെ ഇവിടെ നിന്നൊരു കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, പ്ലം കേക്ക്. ഇതിൻ്റെ ഫ്രണ്ടിൻ്റെ കടയാണ്, അറിയാമല്ലോ അല്ലേ? ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ദെൻ നമ്മൾ നേരെ വണ്ടി കയറിയിട്ട് വീട്ടിലേക്ക് പോകുന്നു. അപ്പോഴേക്കും ടീ സോണിലെ ഫുൾ ഫൗണ്ടേഷനും മാഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ വർഷം ക്രിസ്മസ് കാർണിവലിൻ്റെ ഒരു വീഡിയോ ഇട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയത്തില്ല. ആ പള്ളിയാണ് കേട്ടോ, ദേ പള്ളി. അപ്പോൾ നൈറ്റിൽ പ്രോഗ്രാം ഉണ്ട് ഇവിടെ ഇപ്പോഴും. ദെൻ നമ്മൾ ബസ് ഇറങ്ങിയിട്ട് നടക്കുവാണ്. വീട് വരെ വണ്ടി വരാത്തതുകൊണ്ട് നടക്കുന്നതില്ല, വണ്ടി വരും, പക്ഷേ ഇത് അല്ലാണ്ട് നടക്കുന്നതാണ്. ഞാൻ മാക്സിമം നടക്കാൻ ശ്രമിക്കലുണ്ട്. വെയിറ്റ് കുറയ്ക്കുക എന്നൊരു ഗോൾ തുടങ്ങിയതിന് ശേഷം ഞാൻ നല്ലോണം നടക്കാൻ വേണ്ടി ട്രൈ ചെയ്യും. അതുകൊണ്ട് ഞാൻ നടക്കാനുള്ള എല്ലാ സിറ്റുവേഷനും മുതലെടുത്ത് നടക്കലുണ്ട്. അപ്പോൾ നടക്കുവാണ്. നല്ല ചൂടുണ്ട്, പക്ഷേ വെയിലായിട്ടില്ല, പക്ഷേ ചൂടുണ്ടായിരുന്നു കേട്ടോ. നടന്നാൽ മാത്രം വെയിറ്റ് കുറയ്ക്കാം, പക്ഷേ അതിന് നല്ലപോലെ ടൈം എടുക്കുക, അത് വേറെ കാര്യം. പിന്നെ നിറയെ വെള്ളം കുടിക്കണം നടക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ. ഇതിൻ്റെ ഇടയ്ക്ക് പിന്നെ കുറേ ദൂരം വീഡിയോ ഇല്ല. പിന്നെ നൈറ്റുള്ള ഫുഡാണ്, നൈറ്റല്ല ഡിന്നറാണ്. സാലഡ്, കുക്കുംബർ, ഒരു ചപ്പാത്തി, ഒരു പൊരിച്ചമീൻ്റെ ചെറിയ പീസ്, ഇത്രയും കഴിക്കുന്നത് ഡിന്നർ ഒരുപാട് ഇരട്ടിയിട്ടല്ല എന്ന് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കണ്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ അല്ലേ? ഒരു 6 മണി ആ റേഞ്ചിൽ ഞാൻ ഡിന്നർ കഴിക്കലുണ്ട് പൊതുവേ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഫ്രഷായി ബാക്കി വോയിസ് ഓവർ അല്ലാണ്ടുള്ള വീഡിയോ ആണ്. ഞാൻ പുറത്ത് പോയി ഇത് തിരിച്ചു വന്ന് കഴിക്കുന്നത്. ഇടയ്ക്ക് കുറച്ച് നേരം കാര്യങ്ങളൊന്നും ഇല്ലാത്തതിന് കാരണം ഞാൻ വന്നിട്ട് തൊണ്ടവേദനയായിട്ട് തിരിക്കുമായിരുന്നു. ഇപ്പോൾ ഒന്ന് ഇച്ചിരി അഡ്ജസ്റ്റ് ചെയ്യാം. സോ സംസാരിക്കുന്നത് ഞാൻ പ്രോഡക്റ്റിനെ പറ്റി പറയാം. അതിന് വേണ്ടിയിട്ട് ഈ പ്രോഡക്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ, ഈ പ്രോഡക്റ്റ് ഞാൻ ട്രൈ ചെയ്ത് ഓർമ്മയുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഞാനത് ട്രൈ ചെയ്തിട്ട് 2 മണിക്കൂർ ആയപ്പോഴത്തേക്ക് ഇവിടത്തേക്ക് ഫുൾ അങ്ങ് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ അൺറൈസിനോടെ ക്രീസിങ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. സോ എനിക്കിത് ഓയിലി സ്കിൻ അടിപൊളി പ്രോഡക്റ്റ് ആണെന്ന് തോന്നുന്നില്ല. പക്ഷേ ഇതിൻ്റെ ബാക്കി ഫിനിഷും കാര്യമൊക്കെ സൂപ്പറാണ് കേട്ടോ. സോ ബാക്കി സ്കിൻ ടൈപ്പുകാർക്ക് യൂസ് ചെയ്യാം. ഓയിലി സ്കിൻ നന്നായിട്ട് സെറ്റ് ചെയ്യുവാണെങ്കിലും ഉപയോഗിക്കാൻ തോന്നുന്നു. ഞാൻ വന്ന ശേഷം റെസ്റ്റ് എടുക്കുവാൻ തൊണ്ടയ്ക്ക് വയ്യാതായിട്ട്. പിന്നെ എൻ്റെ ഈ വർഷത്തെ കണക്കുകളൊക്കെ ഒന്ന് കൂട്ടി നോക്കി ചിലവുകൾ സങ്കടം വന്നു. എൻ്റെ ചിലവ് കണ്ടിട്ട് എനിക്ക് തന്നെ നന്നായിട്ട് ഞാൻ എൻ്റെ
നന്നായിട്ട് ഞാൻ എന്നെ സ്നേഹിച്ചിരിക്കുന്നു. അപ്പോൾ അടുത്ത വർഷം ചിലവ് കുറയ്ക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ കണ്ടതിന് വേണ്ടിയൊക്കെ ഒത്തിരി പൈസ വേസ്റ്റാക്കി. ഞാനത് കുറയ്ക്കും. കാരണം 5 വർഷം നല്ലപോലെ ആത്മാർത്ഥമായിട്ട് പണിയെടുത്തിട്ടുണ്ട്. ഒരുവിധം ആത്മാർത്ഥമായിട്ട് കണ്ടന്റ് ഇട്ടിട്ടുണ്ട്, മെയിൻ കണ്ടന്റ് തന്നെ. ഞാൻ വിചാരിക്കും ഡേ മൈ ലൈഫൊക്കെ വാരിക്കോരി ഇട്ടിട്ട് വീഡിയോ ഇടാം. അല്ലാണ്ട് ഞാൻ ആത്മാർത്ഥത കാണിച്ചിട്ട് ചാനൽ വളരുന്നുമില്ല, എനിക്ക് പൈസ അധികം കിട്ടുന്നില്ല, എൻ്റെ കയ്യിൽ പൈസ മുഴുവൻ പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്ന് വിചാരിച്ചു. വീഡിയോ എൻ്റെ ചെയ്യാനാണ് എനിക്ക് ഉദ്ദേശിക്കുന്നത്. കാരണം എനിക്കിനി സംസാരിക്കാൻ വയ്യ, എനിക്കിനി വേറൊന്നും ചെയ്യാനുമില്ല. ഇതൊന്ന് ഞാൻ എഡിറ്റ് ചെയ്ത് നാളത്തേക്ക് ഇടണം. ഇന്ന് 23, 24 വീഡിയോ ആണ് ഇത്. എൻ്റെ സ്റ്റോക്ക് ഇല്ല. 25 വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്. പിന്നെ അതിനുശേഷം ബാക്കിയുള്ള വീഡിയോ ഒക്കെ എടുക്കാനുണ്ട്. എനിക്കറിയത്തില്ല എന്തുകൊണ്ടേ വയ്യാണ്ടായി എന്താവുമെന്ന്. പ്രൊഡക്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കോൺഷ്യസ് കെമിസ്റ്റിന്റെ ഫ്ലാഷ് ഫിക്സ് റിസർഫേസിംഗ് ആൻഡ് എക്സ്ഫോളിയേറ്റിംഗ് ഫേസ് മാസ്ക് ആണ്. AHA BHA ഉണ്ട്, സാഫ്രോൺ പെറ്റൽസ് ഒക്കെ ഉണ്ട്. ക്ലാരിഫൈ, ക്ലിയർ, അൺഗ്ലോഗ് നൽകിയിട്ടുണ്ട്. ഫോർ ഓയിലി ആക്നെ പ്രോൺ സ്കിന്നുള്ള പ്രൊഡക്റ്റ് ആണ്. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 499 രൂപയാണ്. രൂപ മിണ്ടാതിരി. ടാർഗറ്റ് കൺസേൺസ് അൺഇവൻ സ്കിൻ ടെക്സ്ചർ, 7 കൺട്രോൾ, ഡൾ സ്കിൻ ആണ്. ഇട്ട ഉടനെയുള്ള എക്സ്പീരിയൻസിൽ നോ ടിംഗ്ലിംഗ്, നോ ബേണിംഗ് ഒക്കെ എഴുതിയിട്ടുണ്ട്. സോ നമുക്ക് ആ എക്സ്പീരിയൻസ് നോക്കാം. അല്ലാണ്ട് ലോങ് ടൈമിലുള്ള കാര്യം ഒറ്റ യൂസിൽ പറയാൻ പറ്റില്ല. ഫസ്റ്റ് യൂസ് ചെയ്യാൻ പോവാണ്. പിന്നെ ഇത് 10 മിനിറ്റിനകത്ത് എടുക്കണം. 10 മിനിറ്റിനകത്ത് റിമൂവ് ആകണമെന്നാണ്. 10 മിനിറ്റ് കൂടുതൽ ഇടാൻ പാടില്ല കേട്ടോ. അത് AHA BHA ഉള്ളിലൊക്കെ തന്നെ പറയലുണ്ട്. നമുക്ക് ട്രൈ ചെയ്യാം. ജെൽ ഫോം ആണ്. പെറ്റൽസ് ഉണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചു പെറ്റൽസ് ഇല്ല, നകത്ത് കിടപ്പുണ്ട് പെറ്റൽസ്. പക്ഷെ ആ ഒരു റെഡ് കളറൊക്കെ ഓറഞ്ച് കളറൊക്കെ പോയിരിക്കുന്നു. ഇങ്ങനെയാണ് കൺസിസ്റ്റൻസി കേട്ടോ. പെറ്റൽസ് കണ്ടോ? പെറ്റൽസ് ഇപ്പൊ കാണും. നെറ്റി കാണാൻ വയ്യ, ഡാർക്ക് ആയതുകൊണ്ട്. പെറ്റൽസ് ഡാർക്ക് ആയതോടെ ഞാൻ ഡാർക്ക് ആയതുകൊണ്ട്. ഇത് ഇവിടെ കാണാം, ഇവിടെ സൂക്ഷിച്ചു നോക്കി. അതാണ് പെറ്റൽസ്. ആ ഓറഞ്ച് കളർ ഇല്ല, അത് പോയിട്ടുണ്ട്. നെക്കിലും കൂടെ ഇടുന്നുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ കറക്റ്റാണ്. നോ ടിംഗ്ലിംഗ് ആൻഡ് നോ ബേണിംഗ്, അത് കറക്റ്റാണ്. ബാക്കിയുള്ള എക്സ്പീരിയൻസ് നമുക്ക് ഇപ്പോഴേ പറയാൻ പറ്റില്ല. എന്തായാലും നമുക്ക് വാഷ് ചെയ്തിട്ട് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ ഞാൻ പറയാം. 10 മിനിറ്റ് ഇടുന്നില്ല, ഞാനൊരു 7 മിനിറ്റ് ഇടുന്നുള്ളൂ. നമുക്ക് അതിനകത്തൊന്ന് ചിറ്റാറ്റ് ചെയ്യാം. വേറൊന്നും ചെയ്യാനില്ലല്ലോ, ഡ്രൈ ആക്കണമല്ലോ. ഇത് ഒത്തിരി അങ്ങ് ഡ്രൈ ആകില്ല എന്ന് തോന്നുന്നു അല്ലേ? ആയിരിക്കും. എൻ്റെ കൺസിസ്റ്റൻസി വെച്ചിട്ട് ഒത്തിരി അങ്ങ് ഡ്രൈ ആകാൻ ചാൻസ് ഇല്ല. എനിവേസ്, ഞാൻ ഈ വർഷത്തെ ചിലവ് നോക്കിയിട്ട് ഞാൻ അടുത്ത വർഷം ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ. ആക്ച്വലി ഞാൻ പോലും ഡേ ഇൻ മൈ ലൈഫ് അധികം കാണലില്ല. ഇപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള ചാനൽ ഞാൻ ഒരുപാട് ആയി കഴിയുമ്പോഴത്തേക്ക് എനിക്കത് എൻജോയ് ചെയ്യാൻ പറ്റാറില്ല. എന്ത് കാര്യം എന്നറിയത്തില്ല. കാണും, തീരെ കാണില്ല എന്നല്ല, പക്ഷെ ഒരുപാട് കാണില്ല. എനിക്ക് അതിനേക്കാൾ ഇഷ്ടം സ്കിൻ കെയർ കാണുക, മേക്കപ്പ് കാണുക, ട്രാവൽ വീഡിയോസ് കാണുക എന്നൊക്കെയാണ് കൂടുതൽ ഇഷ്ടം. കുക്കിംഗ് വീഡിയോസ് ഒക്കെ കാണും. ഞാൻ എല്ലാ കാറ്റഗറിയും കാണും, ഗെയിമിങ് കാണത്തില്ല. വൺസ് അപ്പോൺ ടൈം, എസ്പെഷ്യലി ഞാൻ കോളേജ് ടൈമിലൊക്കെ ഭയങ്കരമായിട്ട് ഗെയിം കളിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. പിന്നെ എനിക്ക് മനസ്സിലായി എൻ്റെ കണ്ണ് നന്നായിട്ട് അഫക്റ്റ് ചെയ്യുന്നു. ഞാൻ പിന്നെ അത് നിർത്തിയാണ്. സോ ഞാൻ പിന്നെ ഒരു ഗെയിമിലോട്ട് പോയി ചാടിയില്ല. അഥവാ പോയി ചാടി ഞാൻ അതിൽ ഫുൾ അങ്ങ് ഇൻവോൾവ് ആവും. അതുകൊണ്ട് ഞാൻ ഗെയിമിൽ നിന്ന് നോക്കത്തില്ല. ബാക്കിയുള്ള കാറ്റഗറി ഞാൻ ഏകദേശം കാണലുണ്ട്. അപ്പോൾ ഡേ മൈ ലൈഫായിട്ട് ഞാൻ എസ്പെഷ്യലി കാണില്ല. അതിനേക്കാളും ബാക്കി കണ്ടന്റ് കാണുന്നതാണ് ഉദ്ദേശിച്ചത് കേട്ടോ. മീൻസ് ബ്യൂട്ടി കൂടുതൽ കാണുമെന്ന്. ചൈനീസ് ഡ്രാമ ആയിരിക്കും ഏറ്റവും കൂടുതൽ കാണുന്നത്. നമ്മളിപ്പോൾ അത് വേറെ കാര്യം, അത് ഞാൻ മറന്നുപോയി. ഈ ഷോർട്ട് ഡ്രാമ ഇഷ്ടംപോലെ കാണും. പിന്നെ പക്ഷേ ഉണ്ടല്ലോ, നമ്മൾ ചാനൽ വളരുന്നില്ല. ഞാൻ ആത്മാർത്ഥമായിട്ട് ഈ കാറ്റഗറിയിൽ തന്നെ പണിയെടുക്കുന്നുണ്ട്. പക്ഷെ റിസൾട്ട് ഇല്ലെങ്കിൽ ഞാൻ പിന്നെ എന്തിനു പൈസ ചിലവാക്കണം? അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഡേ ഇൻ മൈ ലൈഫ് നിരത്തി ചെയ്യാമെന്ന്. അങ്ങനെയാണ് ഇപ്പം എൻ്റെ തീരുമാനം. നിലവിൽ എന്താകുമെന്ന് നമുക്ക് നോക്കാം. അതിനും കണ്ടന്റ് ആയിട്ടൊന്നുമില്ല. എൻ്റെ ഡേ എന്ന് പറഞ്ഞാൽ ഭയങ്കര ടൈം ടേബിൾ ജീവിയാണ് ഞാൻ. രാവിലെ എഴുതേക്കുന്ന പോലെ ഏകദേശം ഒരേ ടൈമിലായിരിക്കും എല്ലാ ദിവസവും. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ചായ കുടിക്കുന്നു, ഫ്രഷ് ആവുന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യുന്നു, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു, വീഡിയോ ഷൂട്ട് ചെയ്യുന്നു, ഫുഡ് കഴിക്കുന്നു, വീഡിയോ ഷൂട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യുന്നു, പിന്നെ വീണ്ടും വൈകുന്നേരത്തെ നൈറ്റിലെ ഫുഡ് കഴിക്കുന്നു, രാത്രി ഷൂട്ട് ചെയ്യുന്നു, എഡിറ്റ് ചെയ്യുന്നു. ഇതാണ് എൻ്റെ ഒരു റൊട്ടീൻ വീട്ടിലുള്ളപ്പോഴത്തേക്ക്. അതുകൊണ്ട് എൻ്റെ അത് കണ്ടന്റ് ഒന്നുമില്ല. നിങ്ങൾക്ക് എൻ്റെ പുറമാവും. ഞാനെല്ലാം ടൈമിംഗ് ഒക്കെ വെച്ച് ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ ലൈഫ് ഇത്തിരി ബോറിംഗ് ആണ് വേറൊരാൾക്ക് നോക്കുമ്പോഴത്തേക്ക്. പക്ഷെ എനിക്ക് ടൈമിംഗ് നടന്നില്ലെങ്കിൽ പ്രശ്നമാണ്. അതുകൊണ്ട് എൻ്റെ ലൈഫ് എനിക്ക് നല്ല അടിപൊളിയാണ്.
സോ ഡേ ഇൻ മൈ ലൈഫിൽ കണ്ടന്റ് ഇല്ല എന്നുള്ളതാണ് വേറൊരു സത്യം. എന്തെങ്കിലും ചെയ്യണം. പക്ഷെ എനിക്കിനി ഒരുപാട് പൈസ ചിലവാക്കി കണ്ടന്റ് ചെയ്യാൻ വലിയ ഇൻട്രസ്റ്റ് ഇല്ല. നഷ്ടക്കച്ചവടമാണ്. ഞാൻ യൂട്യൂബിൽ നന്നാക്കി ആയിരിക്കുമ്പോൾ ആയി പോകുന്നത് ഇപ്പം. ഞാനൊരു Q&A വീഡിയോ ചെയ്യാൻ വേണ്ടി ക്വസ്റ്റ്യൻ ഇടാൻ വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു പോസ്റ്റ്. അപ്പോൾ ഞാൻ വിചാരിച്ചത് അതിന് കുറേ റിപ്ലൈ വരുവാണെങ്കിൽ ആ വീഡിയോ എഡിറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്ത് പെട്ടെന്ന് ഇടാമെന്നായിരുന്നു. പക്ഷെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും വന്നില്ല. ഞാനത് 1-2 ദിവസത്തിനകത്ത് ഷൂട്ട് ചെയ്യുമായിരിക്കും. ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഇടണം കേട്ടോ. അപ്പോൾ അത് നോക്കട്ടെ എപ്പോൾ ഇടണമെന്ന്. എനിക്കിനി കുറേ കണ്ടന്റ് ചെയ്യാനുണ്ട്. ഈ ബെസ്റ്റ് പ്രൊഡക്റ്റ്, വേഴ്സ്റ്റ് പ്രൊഡക്റ്റ്, പ്രൊഡക്റ്റ് എം ഡി എസ് ഞാൻ ഇടയ്ക്കൊന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടേക്കൊന്ന് ഡീക്ലട്ടർ ചെയ്ത സമയത്ത്, അറേഞ്ച് ചെയ്ത സമയത്ത് ഈ സ്റ്റുഡിയോ എന്ന് പറയാനായിട്ടൊന്നുമില്ല, ഞാൻ പറയുന്നതേ ഉള്ളൂ. ആ ഒരു ടൈമിൽ ഞാൻ കുറച്ച് പ്രൊഡക്ട്സ് കാണിച്ചിട്ടുണ്ടായിരുന്നു MDs. സോ ഇപ്പോൾ കുറച്ചേ കാണത്തുള്ളൂ എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ഈ 3 കണ്ടന്റ് മെയിനായിട്ട് ഇടാനുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യാനുണ്ട്. എപ്പോൾ ഷൂട്ട് ചെയ്യുമെന്തോ. തൊണ്ടയിൽ തവളയും പിടിച്ചു വരായി. സൗണ്ട് വ്യത്യാസം അറിയുന്നുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് പോയി വാഷ് ചെയ്യട്ടെ. റിമൂവ് ചെയ്യാനായിട്ട് നല്ല പാടോട്ട് ഒരുമാതിരി കിഴാന്ന് പറഞ്ഞിരിക്കുമായിരുന്നു കേട്ടോ. നല്ല കഷ്ടപ്പെട്ടു. പക്ഷേ ഒരു സുഖമുണ്ട് വാഷ് ചെയ്ത് കഴിഞ്ഞ ശേഷം. ഒരു ക്ലെൻസ് ആയൊരു ഫീലിംഗ് ഉണ്ട് നമുക്ക് സ്കിന്നിൽ. പിന്നെ വേറെ ഒന്നും തോന്നിയില്ല. ഒരു കൂൾ എഫക്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ പറയാൻ വിട്ടു. ഒരു കൂൾ എഫക്റ്റ് ഉണ്ടായിരുന്നു ആകെ മൊത്തമായിട്ട്. നമുക്കൊന്ന് ഒരു സുഖമുണ്ട്, ഒരു ഫീലിംഗ് ഇല്ലേ, അത് സുഖമുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ എൻഡ് ചെയ്യുവാണ്. ഗുഡ് നൈറ്റ് ഒന്നും ആയില്ല, 8 മണി എന്തായിട്ടുള്ളൂ. ഞാനപ്പോൾ ഇനി ഇത് ഫുൾ എഡിറ്റ് ചെയ്ത് നാളത്തേക്ക് ഇടാം. നാളെ മീൻസ് 24 ഇടാം. ടാറ്റാ.